ചിരട്ട ഇഡ്ഡലി ലോഞ്ച് ആവുന്നുണ്ട്. അത് ഇവിടെ ഹരീഷ് ഇഡ്ഡലി കടയാണ്. സുഡുസുഡ ഇഡ്ഡലി ട്രിവാൻഡ്രത്ത് ഭയങ്കര കടയാ. പിന്നെ എവിടെണ്ണ സുഡുസുഡ വേണ്ടല്ലോ, അവനെ വിളിക്കാലോ. വിളിക്കട്ടെ അവനെ. അവൻ കട വാങ്ങിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല, ഒരു വാക്ക് പറയണ്ടേ. ഫോൺ എടുക്കേണ്ടതാണ് കണ്ടാല്. ഹായ്. ഹലോ. എവിടെ? ഞാനിവിടെ ഇല്ല, ഞാൻ ഷൂട്ടിലേട്ടാ. പുതിയ കടയൊക്കെ തുടങ്ങിയില്ല? എന്താ ഇഡ്ഡലി കട? അയ്യോ, അത് പറയാൻ പറ്റില്ല ഏട്ടാ. സുഡ സുഡ ഇഡ്ലി എന്നാണ് പേര്. ആരൊക്കെ? ഞങ്ങളൊരു 5 പയ്യന്മാരും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇത് എവിടെടാ കട? ഇത് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടയില്, നമ്മുടെ സുനിൽ വാക്സ് മ്യൂസിയം ഇല്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇതേണ്ട നമ്മളെ സാരഥി ഇപ്പൊ കാണിച്ചെന്നാ റീല്. വായ ഒരു ദിവസം വന്ന് കഴിച്ചു നോക്കിയിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് പറയും. ഞാൻ പോകുമ്പോ ഞാൻ വീട്ടിലേക്ക് ഇറങ്ങിയതാ. അപ്പൊ ഇപ്പൊ എന്തായാലും കഴിച്ചിട്ട് അവയ്ക്കാണ് പോവല്ലേ. കേട്ടിട്ട് വെള്ളം വിടാം. ഓക്കെ ഏട്ടാ, അപ്പൊ കഴിച്ചു നോക്കിട്ട് പറയാം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണ്. ഡീൽ വിളിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ കാണാം ചേട്ടാ. ടാറ്റ. അപ്പൊ അണ്ണാ വണ്ടി പോട്ടെ. രാത്രി ഭക്ഷണം അവിടെ നിന്ന് ആയിക്കോട്ടെ. ബെൽറ്റ് മുക്കിയാൽ പോരുന്നോ എന്റെ കൂടെ? വേണേ ഇഡ്ഡലി വാങ്ങി തരട്ടോ വന്നാല്. പാണ്ഡനായുടെ പല്ലിന് ശൗര്യം. വെങ്കി പറഞ്ഞ ലൊക്കേഷൻ വെച്ചാണെങ്കിൽ ഇത് തന്നെയാണ് സ്ഥലം. ഇതാണ് സ്ഥലം. യെസ്, സുഡുസുഡ ഇഡ്ഡലി. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. വെങ്കിയുടെ 4 ഫ്രണ്ട്സും ചേർന്ന് തുടങ്ങിയ ഒരു ചെറിയ സംരംഭം. റോഡ് ക്രോസ് ചെയ്യാൻ വേഷം പണിയാ. ഇതാണ് നമ്മുടെ സുഡുസുഡ ഇഡ്ഡലി. യെസ്. തീരക്കരയോട് തീരമല്ലേ കരയുടെ കഥ ചൊല്ലി, തീരയോട് കരമല്ലേ മലയുടെ കഥ ചൊല്ലി, അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി, അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി, കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമി പദം പദങ്ങിനി പറന്നുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയും പാട്ടൊന്നു പാടടി കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഇങ്ങനെ ഫുള്ള് പാട്ട് വെച്ചിരുന്നെ പരിപാടി അല്ലേ? അതൊക്കെ ഒരു സൈഡിൽ കൂടെ പോകണ്ട കേട്ടാ. ആണല്ലേ? പിന്നെ അല്ലാതെ. ഞാൻ വെങ്കി വിളിച്ചായിരുന്നു. അപ്പൊ അവൻ എന്തോ ഷൂട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കെന്ന് പറഞ്ഞു. അവനിപ്പോ ഹൈദരാബാദ് ഒരു ഷൂട്ടിൽ നിൽക്കുകയാണ്. അതിനോട് പറഞ്ഞു ഞാൻ വിളിച്ചു, ഞാൻ വീഡിയോ കോൾ വരുന്നു. ഇത് കുറെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയും നമ്മളൊരു 10-20 ദിവസമായി. ഞങ്ങള് 3 പേര് ടെക്കീസാണ്. ഒരാൾ SBIയുടെ ATM സിസ്റ്റം ഓപ്പറേറ്റർ ആണ്. ഒരാൾ ആക്ടർ വെങ്കി ഫെമിലിയർ. അല്ല അവരിപ്പം ബാക്കി പകല് ഡ്യൂട്ടി, വൈകുന്നേരം പകല് ഡ്യൂട്ടി, വൈകിട്ട് കടയില് ഒരു 6:30 തൊട്ട് ഒരു 10 മണി വരെ കടയില്. അപ്പൊ രാവിലെ ഉണ്ടോ? നമുക്കിപ്പോ എങ്ങനെയാ? രാവിലെയാണ് ആക്ച്വലി ഓപ്പൺ ചെയ്തിരുന്നത്. പിന്നെ നമ്മളത് വൈകിട്ടത്തേക്ക് ഷിഫ്റ്റ് ആക്കി. നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും പ്ലാൻ ചെയ്യാനുണ്ട്. നമ്മൾ ഇഡ്ഡലി ഐറ്റം മാത്രമല്ല ചെയ്യുന്നത്. ഇഡ്ഡലി നമ്മുടെ പേര് പറയുന്ന പോലെ സുഡ ഇഡ്ഡലി ഒരു ഇഡ്ഡലി വിരുന്നാണ്. അത് പല ഇഡ്ഡലി വിരുന്നെന്ന് ഉദ്ദേശിക്കുന്ന സെലിബ്രേഷൻ ഓഫ് ഇഡ്ഡലിയാണ്. അത് നമ്മളെ കടയിൽ വന്ന നോർമൽ ഇഡ്ഡലി മാത്രമല്ല കഴിക്കാൻ കിട്ടുന്നത്. സോയാബീൻ ഫില്ല് ചെയ്ത ഇഡ്ഡലി ഉണ്ട്. അതായത് നമ്മുടെ സോയാ ചങ്ക്സ് ഇല്ലേ, സോയാ ചങ്ക്സിന് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് അത് സ്റ്റീം ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് സോയ ഫില്ല് ചെയ്ത് ഇഡ്ഡലി കിട്ടും. അത് നമ്മളിവിടെ അങ്ങനെ അധികം ആരും ചെയ്തിട്ടില്ല. നമ്മളൊരു ട്രൈ ചെയ്തതാണ്. ഇത് ഹാർട്ട് ഷേപ്പ് ഇഡ്ഡലിയാണ്. നമ്മുടെ വേറൊരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ഒരു ഹാർട്ട് ഷേപ്പിൽ ഇഡ്ഡലിയും ഗീയും 2 ടൈപ്പ് പൊടിയും ഉണ്ട്. ആ 2 ടൈപ്പ് പൊടിയും കൂടി ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അത് നമ്മുടെ ദോശപ്പൊടി എന്ന് പറയും മലയാളത്തിൽ. തമിഴിൽ പറയുകയാണെങ്കിൽ മുളകാപ്പൊടി എന്ന് പറയും. മുളകാപ്പൊടിയും ഒരു കരിവേപ്പില പൊടിയും 2 ടൈപ്പ് പൊടിയുണ്ട്. നെയ്യിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും, പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഹാർട്ട് ഇഡ്ഡലി. പിന്നെ ഉള്ളത് നമുക്ക് തട്ടിഡലി ഉണ്ട്. തട്ടിഡലി എന്ന് വെച്ചാൽ ഗീ പൊടി. നോർമലി അല്ല, ഗീ പൊടി തട്ടിഡലി. അത് നമ്മുടെ ഇഡ്ഡലിയും ദോശയും കൂടെ ചേർന്നൊരു ഒരു കട്ടിയുള്ള ഒരു ഇഡ്ഡലി ആയിരിക്കും. അതായത് ദൊഡ്ഡലി എന്ന് വേണമെങ്കിൽ പറയാം, ദൊപ്പെന്ന് പറയാം. അതിൽ നമ്മൾ നല്ലപോലെ ഗീ സ്പ്രെഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ 2 ടൈപ്പ് മുളകാപ്പൊടിയും നമ്മുടെ കരിവേപ്പില പൊടിയും കൂടെ സ്പ്രെഡ് ചെയ്ത് വീണ്ടും നെയ്യ്, അതായത് നിറയെ നെയ്യ് ഇങ്ങനെ കുതിർന്ന് കിടക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പൗഡർ സ്പ്രെഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും, അതായിരിക്കും സാധനം. പിന്നെ രസം ഇഡ്ഡലി ഉണ്ട്.
നമ്മുടെ ബട്ടൺ ഇഡ്ലി ഇല്ലേ, ബട്ടൺ ഇഡ്ലി, ചെറിയ ബട്ടൺ ഇഡ്ലി രസത്തിൽ ഡിപ്പ് ചെയ്തിട്ടേക്കും. ഇനി ഒരു ചിരട്ട ഇഡ്ലി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിൽ വേറെ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യുമോ? ഇതിലിപ്പോൾ കറന്റ് ഫില്ലിങ്സ് ഒന്നും ഇല്ല. ഇതിന് നമ്മളൊരു പ്ലേറ്റ് ഉണ്ട്. ഇത് 3 പ്ലേറ്റിൽ, ആ പ്ലേറ്റിൽ നമ്മൾ ഈ 3 ചിരട്ടയും അങ്ങനെ സെർവ് ചെയ്തിട്ട് ഒരെണ്ണത്തിൽ സാമ്പാർ, ഒന്നിൽ ചട്നി, ഒന്നിൽ കാര ചട്നി. നമ്മുടെ ഒരു ഓർഗാനിക് കൾച്ചർ, അങ്ങനെ പഴയ ഒരു കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അങ്ങനെ ഇഡ്ഡലി നമുക്ക് ഇങ്ങനെയും വേവിച്ചെടുക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്തതാണ്. ഇതിന് 90 റുപ്പീസാണ് വരുന്നത്. ശ്രീറാം. അതെ അതെ. ഞാൻ കപ്പ ടി വിയിൽ ഒരു സീസൺ 6 ഒരു 6 പാട്ട് ഞങ്ങളെ ബാൻഡ്. അതെ അതെ, സൈഡിൽ ഒരു ബാൻഡും ഉണ്ട്, പാട്ട് പരിപാടിയും ഉണ്ട്. കുഞ്ഞാറ്റ കുഞ്ഞുങ്ങൾ കുരുവിക്കുരുന്നുകൾ നിന്നെ ഒരാളെയും പേടിച്ചു നിൽപ്പാണ്. കുക്കിക്കുറുകിയും കുകുകുക്കുകിയും വെയിൽകായും വെട്ടുകിളി കാടോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകൂട്ടി പായാനെന്തേ. നൂഡിൽസ് എന്നാണ് ബാൻഡ് പേര്. അതെ അതെ. എടാ ഇത് ഹാർട്ട് ഇഡ്ലിയോ? ഇതെന്താ? ഇത് ഹാർട്ട് ഇഡ്ലി സോയ സ്റ്റഫ്. ഇതിനകത്താണ് സോയ. അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഭയങ്കര സോഫ്റ്റ്. നോക്ക്, നല്ല നെയ്യിൻ്റെ കണ്ടന്റ് അതിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ സോയ, പിന്നെ ഈ ചമ്മന്തി പൊടി എന്നൊക്കെ പറഞ്ഞാൽ പൊടിയായിട്ടും സോയനെക്കാട്ടിലും ഒരു പടി കൂടെ നിൽക്കട്ടെ ഇത് ഈ ഐറ്റം. അതായത് ഹാർട്ട് ഇഡ്ലി വൈകുന്നേരം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാത്രി 10 മണി വരെ ഏകദേശം അവിടെ ഉണ്ടാവും. പിന്നെ ശനി ഞായറും ആണെങ്കിൽ രാവിലെയും വൈകുന്നേരം ഉണ്ടാവും. പിന്നെ അടുത്ത ആഴ്ച രാവിലെയും തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സുനീൽസ് വാക്സ് മ്യൂസിയം നേരെ ഓപ്പോസിറ്റ് വന്നാൽ കുറച്ച് പാട്ടും കേട്ടും ഈ പിള്ളേരുടെ കഥയൊക്കെ പറഞ്ഞ് നല്ല ചൂട് ഇഡ്ഡലിയും കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ തൽക്കാലം ഞാൻ എന്തെങ്കിലും വിട്ടേക്കുവാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു.